എപ്പോഴും ചിരിപ്പിക്കുന്നവർ കരഞ്ഞാൽ കൂടെ കരയാതെ വേറെ നിവൃത്തിയില്ല. പറഞ്ഞാൽ അത് പരിഭവമാവും, കരഞ്ഞാൽ അത് തോൽവിയാകും, ചിരിച്ചാൽ അത് പരിഹാസമാവും. മൗനം അതല്ലേ പരിഹാരം. കൂടെയുള്ളവരെല്ലാം സ്വന്തമെന്ന് കരുതുമ്പോഴും അവർക്കും അവരുടേതായ ചില ഇഷ്ടങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ഇല്ലാതാകുന്നത്. സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരു പേരേയുള്ളൂ: അഭിനയം. ചിലരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമാണ് ഉള്ളതെന്ന് അവർ പറയുമെങ്കിലും അങ്ങനെയൊന്നുമില്ലെന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാനാകും. ഒറ്റയ്ക്ക് സന്തോഷവാനായി ഇരിക്കുവാൻ പഠിക്കുക. കാരണം ഒരു വ്യക്തിയോ വസ്തുവോ എന്നേക്കുമായി നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ മനസ്സിലാക്കാനും കഴിയും. നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കുന്നില്ലെന്ന് സാരം. ആരെയും തിരുത്താതെ ഇരിക്കുക. നമ്മളെ അറിയാതെ പോയവരെ എന്തിനു തിരുത്തണം? മരണവും പ്രണയവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ശരീരത്തെ ദ്രവിപ്പിക്കും, മറ്റേത് ആത്മാവിനെയും. മരണം പോലെ ശക്തമാണ് പ്രണയവും. ഒന്ന് ഹൃദയം കവർന്നെടുക്കുന്നു, മറ്റേത് ഹൃദയമിടിപ്പിനെയും. നിന്നോടെനിക്ക് പ്രണയമല്ല, എല്ലാവരിലും കണ്ടുവരുന്ന സൗഹൃദവുമല്ല, ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത പേരറിയാത്ത മറ്റെന്തോ ഒന്ന്. നിനക്ക് പകരമാവാൻ മറ്റാർക്കും സാധിക്കില്ലെന്ന തിരിച്ചറിവിൻ്റെ പേരാണ് പ്രണയം. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും തിരിച്ചറിയാൻ സഹായിക്കാനാണ്. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക, മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. അകന്നിരുന്നാലും കാണാൻ കഴിയുന്നത് മനസ്സ് തന്നെയാണ്. അടുത്തിരുന്നാലും പലരും കാണാതെ പോകുന്നതും ഈ മനസ്സ് തന്നെയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ഇഷ്ടങ്ങളിൽ ചിലതെങ്കിലും അടുത്ത ജന്മത്തിൽ നമ്മെ തേടി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാകും നമ്മളിൽ പലരും. ബന്ധങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സംസാരിക്കാൻ സമയമില്ലാത്തത്. ചെറിയൊരു തെറ്റ് ഉണ്ടാകുമ്പോഴേക്ക് ബന്ധം അവസാനിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹബന്ധം. 100 തെറ്റുകൾ ഉണ്ടായാലും ക്ഷമിച്ച് അവ മനസ്സിലാക്കി കൊടുത്ത് ബന്ധങ്ങൾക്ക് കെട്ടുറപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു യഥാർത്ഥ സ്നേഹമുള്ളവർ. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല, ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല, ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. അതാണ് ജീവിതം. എത്രയൊക്കെ ഉയർച്ചയിൽ എത്തിയാലും ആരെയും അവഗണിക്കുകയോ ഒരിക്കലും അഹങ്കരിക്കുകയോ ചെയ്യരുത്. കാരണം താഴ്ചയിൽ അവരെ വീണ്ടും കാണേണ്ടി വരും. ഒന്നോർക്കുക, ജീവിതമാകുന്ന തിരമാലയിൽ തീർച്ചയായും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. ഭാവി പ്രവചിക്കുന്ന നിങ്ങളുടെ കൈകളിലെ വരികൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം കൈകളില്ലാത്ത ആളുകൾക്കും ഭാവിയുണ്ട്. സ്വയം വിശ്വസിക്കുക. പരിശ്രമിച്ചാൽ എന്തും നടക്കും എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് മുട്ടിൽ ഇഴഞ്ഞു നടന്ന നമ്മൾ ഇപ്പോൾ 2 കാലിൽ എണീറ്റു നടക്കുന്നത്. ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണമെങ്കിൽ നീങ്ങിക്കൊണ്ടേയിരിക്കണം. പിന്നോട്ടില്ല എന്നുറപ്പിച്ചാൽ മുന്നോട്ടുള്ള വഴികൾ തെളിഞ്ഞു വരും. നേടണം എന്ന് വെച്ച് തുടങ്ങിയോ എങ്കിൽ നിർത്തരുത്. നിർത്താനായിരുന്നുവെങ്കിൽ എന്തിനു തുടങ്ങി എന്ന് മാത്രം ഓർത്താൽ മതി. ലക്ഷ്യം എത്ര അകലെയായാലും മാർഗം എത്ര കഠിനമായാലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ നാം അതിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. നമ്മുടെ ഇന്നിനെ നാം നന്നാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ നാളെയും നല്ലതായി തീരും. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, ഒരു വാചകം ചുമരിൽ എഴുതണം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. സന്തോഷമുള്ളപ്പോൾ നോക്കിയാൽ ദുഃഖവും, ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷവും നൽകുന്നതായിരിക്കണം ആ വാചകം. ബീർബൽ എഴുതി. ഈ സമയവും കടന്നു പോകും. കടലോളമുള്ള സങ്കടങ്ങൾ തിരമാല പോലെ ആഞ്ഞടിക്കുമ്പോഴും സന്തോഷം നിറഞ്ഞ തീരം തേടിയുള്ള യാത്രയാണ് ഓരോ ജീവിതവും. ചില അവഗണനകൾ നല്ലതാണ്. നാം ആർക്കും സ്വന്തമല്ലെന്നും ആരും നമുക്ക് സ്വന്തമല്ലെന്നും ഓർമ്മപ്പെടുത്താൻ. ഒരു ക്ഷമാപണം കൊണ്ട് എല്ലാം പൊറുക്കാൻ പറ്റുമെങ്കിൽ, ഒരു ചിരിയിൽ കഴിഞ്ഞതെല്ലാം മറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്നേഹബന്ധം.
ജീവിതത്തിലെ ഏതൊരവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ നമ്മുടെ സന്തോഷത്തെ തകർത്തെറിയുവാൻ ഈ ലോകത്ത് മറ്റാർക്കുമാവില്ല. വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ്. അത് വായിക്കുവാൻ ഒരു സെക്കൻഡ് മതി, അത് ചിന്തിക്കാൻ ഒരു മിനിറ്റ് മതി, അത് മനസ്സിലാക്കാൻ ഒരു ദിവസം മതിയാകും. എന്നാൽ അത് തെളിയിക്കുവാൻ ഒരു ജീവിതം മതിയാകുന്നില്ല. ഈ ചില്ലകൾക്ക് ഇലകളോട് മിണ്ടാൻ സമയമില്ലാതാകുമ്പോഴാണ് എവിടെ നിന്നോ വന്ന കാറ്റിനോട് സങ്കടം പറയുന്നത്. നമ്മളെ സ്നേഹിക്കുന്നവർ ചോദിക്കുന്നത് സ്വത്തും പണവും ഒന്നുമല്ല, അല്പസമയമാണ്. പ്രിയപ്പെട്ടവരോട് ഒരിക്കലും അതില്ല എന്ന് പറയരുത്. സന്ദർഭങ്ങൾക്കനുസരിച്ച് മാറി മാറി ധരിക്കാൻ കുറേ മുഖംമൂടികൾ കൈവശമാക്കിയവർക്കിടയിൽ നമ്മളായിരിക്കുക എന്നത് ഒരു വിപ്ലവമാണ്. രാത്രിയെ പകലാക്കുന്നത് സ്വപ്നങ്ങളാണെങ്കിൽ ജീവിതത്തെ പകലാക്കുന്നത് പ്രതീക്ഷകളാണ്. പാവമെന്ന മുദ്ര നിന്നിൽ വീണാൽ നിന്റെ ചില സ്വപ്നങ്ങൾക്ക് അതൊരു വിലങ്ങാണ്. അഗാധമായി സ്നേഹിക്കുന്ന രണ്ടാളുകൾക്കിടയിൽ പിണക്കങ്ങൾക്കൊന്നും അധികം ആയുസ്സില്ല. അവിടെ ആരും ജയിക്കുന്നുമില്ല, തോൽക്കുന്നുമില്ല. അവർ പരസ്പരം സ്നേഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പ്രയാസങ്ങൾ ക്ഷമയോടെ അതിജീവിച്ച് മുന്നേറുമ്പോഴാണ് നമ്മുടെ ശക്തി പ്രകടമാവുന്നത്. തളർത്താൻ 10 പേര് കാണും, പുച്ഛിക്കാൻ 100 പേര് കാണും. പക്ഷേ ജയിക്കാൻ നീ ഒരൊറ്റ ആൾ വിചാരിച്ചാൽ മതി. ഒന്നിനോടും ചാടിക്കേറി യെസ് എന്ന് പറയരുത്. അതുപോലെ നോ എന്ന് പറയേണ്ട അവസരങ്ങളിൽ അത് പറയാൻ വൈകരുത്. ഈ ഭൂമിയിലേക്ക് വന്നത് നാം ആഗ്രഹിച്ചിട്ടല്ല. നാം ഇവിടെ നിന്ന് പോയാലും എല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ എന്തിനു മരണത്തെ ഭയക്കണം? നമുക്ക് കിട്ടിയ സമയം നല്ല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് സന്തോഷമായി ഇരിക്കാം. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. വിഡ്ഢികൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്താലും അത് നിങ്ങളുടെ കടമയാണെന്നും നിങ്ങൾ അത് തുടരുമെന്നും മാത്രമേ അവർ ചിന്തിക്കൂ. നിങ്ങളുടെ മൂല്യമൊന്നും അവർ ഒരിക്കലും വില കൽപ്പിക്കില്ല. അവർ വടക്കു നോക്കിയ യന്ത്രം പോലെ എപ്പോഴും ഒരു ദിശയിൽ മാത്രമേ ചിന്തിക്കൂ. അടുത്ത നിമിഷം എന്താണെന്നോർത്ത് നമുക്കാർക്കും ജീവിക്കാനാവില്ല. ജീവിതം വെച്ച് നീട്ടുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ഇച്ഛാശക്തി ആർജിച്ചെടുക്കുക. എന്തു സംഭവിച്ചാലും മുന്നോട്ട് ജയിക്കുമെന്ന ദൃഢനിശ്ചയം ഓരോ നിമിഷവും വളർത്തിക്കൊണ്ടേയിരിക്കുക. ഒരിക്കൽ നിങ്ങൾ പിറകോട്ട് നോക്കുകയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ഒരുപാട് അലസോരപ്പെടുത്തിയ കാര്യങ്ങൾ നിസ്സാരമായിരുന്നുവെന്ന് തിരിച്ചറിയും. കയ്യിലിരിക്കുന്നത് മറന്ന് കിട്ടാത്തതിൻ്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോകുകയുള്ളൂ. സമയമാകുമ്പോൾ വരേണ്ടത് വന്നിരിക്കും. ഇതിൻ്റെ അവസാനം എന്താകുമെന്ന് ആലോചിക്കാതെ ഇപ്പോൾ മനസ്സ് നിറഞ്ഞ് ജീവിക്കൂ. എൻ്റേതല്ലാത്ത ഒരാളെ ഞാൻ ഇന്നും സ്നേഹിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും എൻ്റേതാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. ജീവിതം നിറയെ പൊട്ടിച്ചിരിയായിരിക്കുമെന്ന് ഒരിക്കൽ ഞാൻ വിശ്വസിച്ചു. ആജീവനാന്തം സ്നേഹിക്കപ്പെടുമെന്നും. ഞാൻ ഏകാകിനിയാണ്. എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ എന്നിൽ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് ജീവിതത്തിലെ തിരിച്ചറിവുകൾ തുടങ്ങുന്നത്. കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക. ഋതുക്കൾ മാറുന്നതും ഇലകൾ പൊഴിയുന്നതും മൂടൽമഞ്ഞ് ഉയരുന്നതും ഞാൻ എങ്ങനെ ശ്രദ്ധിക്കാനാണ്? എൻ്റെ ഉള്ളിൽ വസന്തമായിരുന്നു, മരണമില്ലാത്ത പ്രണയവും. രക്ഷപ്പെടും, എല്ലാം ശരിയാകുമെന്ന് വെറുതെ പറയുന്നതല്ല. രക്ഷപ്പെട്ട എല്ലാവർക്കും ഇങ്ങനെ ഒരു കാലം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നേരിടാൻ തയ്യാറായ ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിനക്ക് മുന്നിലുണ്ടാകും. ഒരു ദിവസം നമുക്കുണ്ടെന്ന് കരുതുന്ന എല്ലാവരും നമ്മളെ വിട്ടുപോകും. പിന്നെയും നിങ്ങൾ ജീവിക്കേണ്ടി വരും. ചിലപ്പോൾ ആർക്കു വേണ്ടിയോ എന്തിനു വേണ്ടിയോ എന്നറിയാതെ. ഒന്നും നമ്മെ തളർത്തരുത്. തോറ്റിടത്ത് നിന്ന് തന്നെ തുടങ്ങണം. തോൽപ്പിച്ചവരുടെ മുന്നിൽ നിന്നു തന്നെ തുടരണം. മുറിവുണ്ടാക്കിയവരെ മറികടന്ന് വിജയിച്ച് കാണിക്കണം. പ്രതീക്ഷകളില്ലെങ്കിൽ പിന്നെ എന്താണ് മനുഷ്യൻ? പ്രതീക്ഷയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും. ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം കഴിവുള്ള മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് കാരണങ്ങൾ പറയുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. എനിക്ക് കാരണങ്ങൾ അറിയുകയുമില്ല. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഞാൻ ജനിക്കാതെ ഇരിക്കട്ടെ. ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങളുമായി ഞാൻ ഇനിയും ജീവിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യ, നിനക്കെന്തു വേണം? മനഃശാന്തി. മറ്റൊന്നും നിനക്ക് ആവശ്യമില്ലേ? ഇല്ല.
എൻ്റെ പ്രണയം നിന്റെ ആത്മാവിനോടാണ്. വലിച്ചിഴച്ച് അടുപ്പിച്ചതല്ല, ഏച്ചുകെട്ടി യോജിപ്പിച്ചതല്ല. താനേ പടർന്ന മുല്ലവള്ളി പോൽ നീ എന്നോട് ചേരുകയായിരുന്നു. പ്രണയിക്കാൻ വേണ്ടി നിന്നെ പരിചയപ്പെട്ടതല്ല. പരിചയപ്പെട്ടപ്പോഴും അറിഞ്ഞില്ല, പക്ഷേ അടുത്തപ്പോൾ അറിഞ്ഞു. നീ എൻ്റെ എല്ലാമാണെന്നും നീയില്ലാതെ എനിക്കൊരു സന്തോഷം ഇല്ലെന്നും. 100 ജന്മങ്ങളിലും 100 ലോകങ്ങളിലും സ്നേഹത്തിൻ്റെ 100 വർണ്ണങ്ങളിലും യാഥാർത്ഥ്യത്തിൻ്റെ ഏതു പതിപ്പിലും എനിക്ക് നിന്നെ മാത്രമേ കണ്ടെത്താനും തിരഞ്ഞെടുക്കാനും കഴിയൂ. വിട്ടുപോവാനും കഴിയില്ല, വിട്ടുകൊടുക്കാനും കഴിയില്ല. സ്വന്തമാവില്ല എന്നറിഞ്ഞിട്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കും, എത്ര സ്നേഹിച്ചാലും മതി വരാതെ. രണ്ടിൽ ഒരാളുടെ ഭ്രാന്ത് ഭേദമാകുമ്പോൾ പ്രണയം മരിക്കുന്നു. നിനക്ക് പോലും അസൂയ തോന്നും വിധം നിന്നെ ഞാൻ പ്രണയിക്കുന്നു. വിജയം എന്നത് യാദൃച്ഛികമല്ല, അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായും ചെയ്യാനും കഴിയും. നമുക്കെന്താണുള്ളത് അത് വെച്ച് തുടങ്ങുക, പതിയെ പതിയെ വളർത്തുക. ഊതിക്കെടുത്താൻ ശ്രമിക്കുമ്പോൾ ആളിക്കത്തുന്ന ദീപമാവുക. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല, അത് തുടരാനുള്ള ധൈര്യമാണ്. വീണു പോകുന്നത് തെറ്റൊന്നുമല്ല, എന്നാൽ എഴുന്നേൽക്കാതെ ഇരിക്കുന്നതാണ് തെറ്റ്. ഭാവിയിൽ മികച്ചതാകാൻ നിങ്ങളുടെ ഭൂതകാലം മറക്കാൻ ആരംഭിക്കുക. സത്യമറിയാതെ ഊഹിക്കരുത്, മനസ്സിലാക്കാതെ വിധിക്കരുത്, ഉള്ളറിയാതെ പഴിക്കരുത്, ചിന്തിക്കാതെ സംസാരിക്കരുത്. മനുഷ്യനെ തകരാതെ തളരാതെ പിടിച്ചു നിർത്താൻ വേണ്ട ഒരു മരുന്നാണ് സ്നേഹം. അത് ഹൃദയം കൊണ്ട് മാത്രം കൊടുക്കുക, ഹൃദയം കൊണ്ട് മാത്രം സ്വീകരിക്കുക. നിന്നോളം ഒരു നിഴലും എന്നെ അലട്ടിയിട്ടില്ല, നിന്നോളം ഒരു വസന്തവും എന്നിൽ വേരിട്ടിട്ടുമില്ല. എനിക്ക് നിന്നെ വേണം, കൊതി തീരുവോളം സംസാരിക്കാൻ, മഴ കണ്ട് ആസ്വദിക്കാൻ, നിലാവിനെയും നക്ഷത്രങ്ങളെയും നോക്കി കഥ പറയാൻ, ചിലപ്പോഴെല്ലാം ഒന്ന് വഴക്കിടാൻ, പരിഭവിക്കാൻ, പിണങ്ങി നടക്കാൻ, ഇണങ്ങാൻ വരുന്ന നിന്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് കള്ളച്ചിരി ചിരിക്കാൻ. എനിക്ക് സ്നേഹിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എനിക്ക് നിന്നെ വേണം, നിന്നെ മാത്രം. നിന്നോളം മനോഹരമായതൊന്നും ഇനി എന്നിൽ പിറക്കാതിരിക്കട്ടെ, എന്നോളം ഓർമ്മകളിൽ നിന്നെ ആരും നിറയ്ക്കാതെയും ഇരിക്കട്ടെ. നിനക്ക് പകരമാവാൻ മറ്റാർക്കും സാധിക്കില്ലെന്ന തിരിച്ചറിവിൻ്റെ പേരാണ് പ്രണയം. നിന്നോളം മറ്റൊരിഷ്ടവും എന്നിലില്ല, നിന്നോളം ഒന്നും എന്നിൽ ഇത്രമേൽ വേരിറക്കിയിട്ടില്ല. നിന്റെ ഒരു തലോടലിൽ അലിഞ്ഞു പോകുന്നതാണ് എൻ്റെ പരിഭവ കൂമ്പാരങ്ങൾ. നീ അവഗണിക്കുമ്പോൾ മാത്രമാണ് എന്നിൽ മൗനം കൂടുകൂട്ടുന്നത്. നീ പ്രണയിക്കുമ്പോഴാണ് ഞാനാകുന്നത്. നിന്റെ സാമീപ്യം ഇല്ലാതാവുമ്പോഴാണ് എന്നിടങ്ങൾ ശൂന്യമാവുന്നത്. നിന്റെ ഓർമ്മകളിലാണ് എൻ്റെ ദിനങ്ങൾ ഉണരുന്നതും ഉറങ്ങുന്നതും. നീ ചിന്തിക്കുന്നതിലും എത്രയോ ഏറെയാണ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടമെന്നറിയാമോ? എൻ്റെ ആരുമല്ലാത്ത എല്ലാമാണ് നീ. കിട്ടുമെന്ന് ഉറപ്പുള്ള ആളോട് ഞാൻ നിന്നെ പ്രണയിക്കുന്നു, നിനക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പറയുന്നതിലല്ല, ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പുള്ള ആളോട് ഞാൻ ഇപ്പോഴും നിന്നെ പ്രണയിക്കുന്നു എന്ന് പറയുന്നിടത്താണ് പലപ്പോഴും പ്രണയം പോലും തോറ്റുപോകുന്നത്. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് തോറ്റവന്റെ വിജയം അതൊരിക്കലും ചെറുതാകില്ല. 1000 മുള്ളുകൾ ഹൃദയത്തിൽ തറച്ചാലും ധൈര്യത്തോടെ ശത്രുക്കളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കണം. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നത് പ്രധാനമല്ല, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എല്ലാം അർത്ഥമാക്കുന്നു. കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകളായി. കാണാതാകുമ്പോൾ മറക്കുമെന്ന് അവൾ കരുതി, പക്ഷേ മറക്കാനാവാതെ കാത്തിരിക്കുകയാണ് ഞാൻ ഇന്നും. മിഴിയും മനസ്സും നിറയ്ക്കാൻ നിനക്കേ കഴിയൂ പ്രണയമേ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മരണം വരെ അങ്ങനെ തന്നെ ഉണ്ടാകും. വിട പറഞ്ഞകന്നപ്പോൾ പിന്തിരിഞ്ഞു നോക്കാത്തത് ഇഷ്ടക്കുറവ് കൊണ്ടല്ല, എൻ്റെ കണ്ണ് നിറഞ്ഞത് നീ കാണാതിരിക്കാൻ വേണ്ടിയായിരുന്നു. നാവ് പറയാനുള്ളതാണ്, വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയരുത്. കണ്ണ് കാണാനുള്ളതാണ്, കണ്ട കാഴ്ചകളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത്. ചെവി കേൾക്കാനുള്ളതാണ്, കേട്ടതെല്ലാം സത്യമാണെന്ന് കരുതരുത്. ജന്മം ജീവിക്കാനുള്ളതാണ്, മരണം കൂടെയുണ്ടെന്ന് ഓർത്തുകൊണ്ട്.
ചെറിയൊരു തെറ്റ് ഉണ്ടാകുമ്പോഴേക്ക് ബന്ധം അവസാനിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹബന്ധം. 100 തെറ്റുകൾ ഉണ്ടായാലും ക്ഷമിച്ച് അവ മനസ്സിലാക്കി കൊടുത്ത് ബന്ധങ്ങൾക്ക് കെട്ടുറപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു യഥാർത്ഥ സ്നേഹമുള്ളവർ. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല, ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല, ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. അതാണ് ജീവിതം. എത്രയൊക്കെ ഉയർച്ചയിൽ എത്തിയാലും ആരെയും അവഗണിക്കുകയോ ഒരിക്കലും അഹങ്കരിക്കുകയോ ചെയ്യരുത്. കാരണം താഴ്ചയിൽ അവരെ വീണ്ടും കാണേണ്ടി വരും. ഒന്നോർക്കുക, ജീവിതമാകുന്ന തിരമാലയിൽ തീർച്ചയായും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. ഭാവി പ്രവചിക്കുന്ന നിങ്ങളുടെ കൈകളിലെ വരികൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം കൈകളില്ലാത്ത ആളുകൾക്കും ഭാവിയുണ്ട്. സ്വയം വിശ്വസിക്കുക. പരിശ്രമിച്ചാൽ എന്തും നടക്കും എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് മുട്ടിൽ ഇഴഞ്ഞു നടന്ന നമ്മൾ ഇപ്പോൾ 2 കാലിൽ എണീറ്റു നടക്കുന്നത്. ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണമെങ്കിൽ നീങ്ങിക്കൊണ്ടേയിരിക്കണം. പിന്നോട്ടില്ല എന്നുറപ്പിച്ചാൽ മുന്നോട്ടുള്ള വഴികൾ തെളിഞ്ഞു വരും. നാവ് പറയാനുള്ളതാണ്, വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയരുത്. കണ്ണ് കാണാനുള്ളതാണ്, കണ്ട കാഴ്ചകളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത്. ചെവി കേൾക്കാനുള്ളതാണ്, കേട്ടതെല്ലാം സത്യമാണെന്ന് കരുതരുത്. ജന്മം ജീവിക്കാനുള്ളതാണ്, മരണം കൂടെയുണ്ടെന്ന് ഓർത്തുകൊണ്ട്. ഒരു ക്ഷമാപണം കൊണ്ട് എല്ലാം പൊറുക്കാൻ പറ്റുമെങ്കിൽ, ഒരു ചിരിയിൽ കഴിഞ്ഞതെല്ലാം മറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്നേഹബന്ധം. ജീവിതത്തിലെ ഏതൊരവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ നമ്മുടെ സന്തോഷത്തെ തകർത്തെറിയുവാൻ ഈ ലോകത്ത് മറ്റാർക്കുമാവില്ല. വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ്. അത് വായിക്കുവാൻ ഒരു സെക്കൻഡ് മതി, അത് ചിന്തിക്കാൻ ഒരു മിനിറ്റ് മതി, അത് മനസ്സിലാക്കാൻ ഒരു ദിവസം മതിയാകും. എന്നാൽ അത് തെളിയിക്കുവാൻ ഒരു ജീവിതം മതിയാകുന്നില്ല. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം, നേരിടണം. വിജയം എന്നത് നിങ്ങളെ തേടി വരുന്ന സുഹൃത്തല്ല, മറിച്ച് പരിശ്രമത്തിലൂടെ സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണ്. യഥാർത്ഥ സൗന്ദര്യം പെരുമാറ്റത്തിലാണ്. അഴക് വേണ്ടത് മനസ്സിനാണ്. ശരീരം ആത്മാവിൻ്റെ ഉറവിടം മാത്രമാണ്. ആത്മവിശ്വാസമാണ് ആഗ്രഹ സാഫല്യത്തിൻ്റെ അടിസ്ഥാനം. കടന്നുവന്ന വഴികളും വന്നു ചേരുന്ന ബന്ധങ്ങളും തന്നുപോയ സങ്കടങ്ങളും കഴിഞ്ഞുപോയ സമയവും പാഠങ്ങളാണ്. അധികമാരും പഠിക്കാതെ പോകുന്ന പാഠം എങ്ങനെ ആവണമെന്നും എങ്ങനെ ആവരുതെന്നും. നഷ്ടങ്ങളെല്ലാം ഓർമ്മകളാക്കി, അനുഭവം നല്ല പാഠങ്ങളാക്കി ജീവിതം മനോഹരമാക്കുക. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ ഒരു ജീവിതവുമില്ല. നീ ആഗ്രഹിച്ചതും നീ പ്രതീക്ഷിച്ചതും നീ ചിന്തിച്ചതുമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ നീ നിരാശപ്പെടരുത്. നീ കണ്ടിട്ടില്ലാത്ത, നീ അറിഞ്ഞിട്ടില്ലാത്ത നന്മയുടെ മറ്റൊരു വാതിൽ ദൈവം നിനക്കായി തുറക്കും. എല്ലാവരും കൈവിട്ടുവെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയില്ലേ? പ്രതീക്ഷിച്ചവരെല്ലാം കൈയൊഴിഞ്ഞല്ലോ എന്നോർത്ത് മനസ്സ് പൊട്ടുന്ന നിമിഷം, ആ നിമിഷത്തിലൊന്ന് പിടിച്ചു നിന്നാൽ പിന്നെ പടച്ചവൻ്റെ ഒരു കൂട്ടിപ്പിടിക്കലുണ്ട്. അറിവ് കൊണ്ട് മറ്റൊരാളെ അപമാനിക്കുമ്പോഴല്ല, മറിച്ച് നിന്റെ അറിവ് കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുമ്പോഴാണ് നീ ശരിക്കും അറിവുള്ളവനായി തീരുന്നത്. ആഗ്രഹിക്കും പോലെ നടക്കില്ല എന്ന് അറിയുമ്പോഴാണ് പലരും നടക്കാൻ പഠിക്കുന്നത്. കാലവും പ്രായവും ഒന്നുമല്ല പ്രശ്നം. മനുഷ്യർക്ക് എന്തും നേടാനാകും. മനസ്സിൽ അത്രയ്ക്കും അതിയായ മോഹം വേണമെന്ന് മാത്രം. മനസ്സ് അവിടെയുള്ളത് നിയന്ത്രിക്കുവാനോ യുദ്ധം ചെയ്യുവാനോ അല്ല, അത് അവിടെയുള്ളത് മനസ്സിലാക്കുവാനാണ്. തനിച്ചിരിക്കുന്നത് നല്ലതാണ്, ഇടയ്ക്കൊന്ന് ഒറ്റപ്പെടണം. ആരും കൂടെ ഇല്ല എന്നൊരു തോന്നലാണ് പലരെയും ജീവിക്കാൻ പഠിപ്പിച്ചത്. മറ്റൊരാളെ സങ്കടപ്പെടുത്തി നിങ്ങൾ എന്താണോ നേടിയത് അത് നിങ്ങളിൽ അധികകാലം നിലനിൽക്കില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. ദുർബലമായ മനസ്സ് ഭൂതക്കണ്ണാടി പോലെയാണ്. ചെറിയ കാര്യങ്ങൾ അതിൽ വലുതായി കാണിക്കും, വലിയ കാര്യങ്ങൾ അതിൽ പതിയുകയുമില്ല. കടലോളമുള്ള സങ്കടങ്ങൾ തിരമാല പോലെ ആഞ്ഞടിക്കുമ്പോഴും സന്തോഷം നിറഞ്ഞ തീരം തേടിയുള്ള യാത്രയാണ് ഓരോ ജീവിതവും. ചില അവഗണനകൾ നല്ലതാണ്, നാം ആർക്കും സ്വന്തമല്ലെന്നും ആരും നമുക്ക് സ്വന്തമല്ലെന്നും ഓർമ്മപ്പെടുത്താൻ.
ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, ഒരു വാചകം ചുമരിൽ എഴുതണം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. സന്തോഷമുള്ളപ്പോൾ നോക്കിയാൽ ദുഃഖവും, ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷവും നൽകുന്നതായിരിക്കണം ആ വാചകം. ബീർബൽ എഴുതി. ഈ സമയവും കടന്നു പോകും. നേടണം എന്ന് വെച്ച് തുടങ്ങിയോ? എങ്കിൽ നിർത്തരുത്. നിർത്താനായിരുന്നുവെങ്കിൽ എന്തിനു തുടങ്ങി എന്ന് മാത്രം ഓർത്താൽ മതി. ലക്ഷ്യം എത്ര അകലെയായാലും മാർഗം എത്ര കഠിനമായാലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ നാം അതിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. നമ്മുടെ ഇന്നിനെ നാം നന്നാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ നാളെയും നല്ലതായി തീരും. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. രണ്ടു കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക, മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. അകന്നിരുന്നാലും കാണാൻ കഴിയുന്നത് മനസ്സ് തന്നെയാണ്. അടുത്തിരുന്നാലും പലരും കാണാതെ പോകുന്നതും ഈ മനസ്സ് തന്നെയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ഇഷ്ടങ്ങളിൽ ചിലതെങ്കിലും അടുത്ത ജന്മത്തിൽ നമ്മെ തേടി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാകും നമ്മളിൽ പലരും. ബന്ധങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സംസാരിക്കാൻ സമയമില്ലാത്തത്. ഒറ്റയ്ക്ക് സന്തോഷവാനായി ഇരിക്കുവാൻ പഠിക്കുക. കാരണം ഒരു വ്യക്തിയോ വസ്തുവോ എന്നേക്കുമായി നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ മനസ്സിലാക്കാനും കഴിയും. നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കുന്നില്ലെന്ന് സാരം. ആരെയും തിരുത്താതെ ഇരിക്കുക. നമ്മളെ അറിയാതെ പോയവരെ എന്തിനു തിരുത്തണം? മരണവും പ്രണയവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ശരീരത്തെ ദ്രവിപ്പിക്കും, മറ്റേത് ആത്മാവിനെയും. മരണം പോലെ ശക്തമാണ് പ്രണയവും. ഒന്ന് ഹൃദയം കവർന്നെടുക്കുന്നു, മറ്റേത് ഹൃദയമിടിപ്പിനെയും. നിന്നോടെനിക്ക് പ്രണയമല്ല, എല്ലാവരിലും കണ്ടുവരുന്ന സൗഹൃദവുമല്ല, ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത പേരറിയാത്ത മറ്റെന്തോ ഒന്ന്. നിനക്ക് പകരമാവാൻ മറ്റാർക്കും സാധിക്കില്ലെന്ന തിരിച്ചറിവിൻ്റെ പേരാണ് പ്രണയം. എപ്പോഴും ചിരിപ്പിക്കുന്നവർ കരഞ്ഞാൽ കൂടെ കരയാതെ വേറെ നിവൃത്തിയില്ല. പറഞ്ഞാൽ അത് പരിഭവമാവും, കരഞ്ഞാൽ അത് തോൽവിയാകും, ചിരിച്ചാൽ അത് പരിഹാസമാവും. മൗനം അതല്ലേ പരിഹാരം? സന്തോഷത്തിൻ്റെ ഒരു വാതിലടയുമ്പോൾ എപ്പോഴും മറ്റൊന്ന് തുറക്കുന്നു. അടഞ്ഞ വാതിലിൽ തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് തുറന്ന വാതിൽ നമ്മൾ കാണാത്തത്. ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക. നല്ലൊരു കേൾവിക്കാരനാകുക. അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മിൽ അണയ്ക്കേണ്ട കനലുകൾ നമ്മിൽ തന്നെ അണയ്ക്കുക. അതൊരിക്കലും പകർന്നു കൊടുക്കരുത്. സ്നേഹം കൊണ്ട് മനുഷ്യനെ മനസ്സിലാക്കണം. കൂടെയുള്ളവരെല്ലാം സ്വന്തമെന്ന് കരുതുമ്പോഴും അവർക്കും അവരുടേതായ ചില ഇഷ്ടങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ഇല്ലാതാകുന്നത്. സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരു പേരേയുള്ളൂ: അഭിനയം. ചിലരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമാണ് ഉള്ളതെന്ന് അവർ പറയുമെങ്കിലും അങ്ങനെയൊന്നുമില്ലെന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാനാകും. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും തിരിച്ചറിയാൻ സഹായിക്കാനാണ്. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. പോരായ്മകളെ ഓർത്ത് ദുഃഖിക്കാതെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത്. പ്രകടനം മോശമായതുകൊണ്ട് ആരും ഒന്നിനും കൊള്ളാത്തവരാകുന്നില്ല, മറിച്ച് വിജയത്തിനായി വേണ്ടത്ര പരിശ്രമിച്ചില്ല എന്ന് മാത്രം. ആത്മവിശ്വാസം നഷ്ടപ്പെടലാണ് യഥാർത്ഥ തോൽവി. തോൽവികളുടെ അതിജീവനമാണ് കണ്ടുപിടുത്തങ്ങളുടെ ജനനമാകുന്നത്. ചെറിയൊരു തെറ്റ് ഉണ്ടാവുമ്പോഴേക്ക് ബന്ധം അവസാനിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹബന്ധം. 100 തെറ്റുകൾ ഉണ്ടായാലും ക്ഷമിച്ച് അവ മനസ്സിലാക്കി കൊടുത്ത് ബന്ധങ്ങൾക്ക് കെട്ടുറപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു യഥാർത്ഥ സ്നേഹമുള്ളവർ. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല, ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല, ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. അതാണ് ജീവിതം. എത്രയൊക്കെ ഉയർച്ചയിൽ എത്തിയാലും ആരെയും അവഗണിക്കുകയോ ഒരിക്കലും അഹങ്കരിക്കുകയോ ചെയ്യരുത്. കാരണം താഴ്ചയിൽ അവരെ വീണ്ടും കാണേണ്ടി വരും. ഒന്നോർക്കുക, ജീവിതമാകുന്ന തിരമാലയിൽ തീർച്ചയായും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും.
ഭാവി പ്രവചിക്കുന്ന നിങ്ങളുടെ കൈകളിലെ വരികൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം കൈകളില്ലാത്ത ആളുകൾക്കും ഭാവിയുണ്ട്. സ്വയം വിശ്വസിക്കുക. പരിശ്രമിച്ചാൽ എന്തും നടക്കും എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് മുട്ടിൽ ഇഴഞ്ഞു നടന്ന നമ്മൾ ഇപ്പോൾ 2 കാലിൽ എണീറ്റു നടക്കുന്നത്. ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണമെങ്കിൽ നീങ്ങിക്കൊണ്ടേയിരിക്കണം. പിന്നോട്ടില്ല എന്നുറപ്പിച്ചാൽ മുന്നോട്ടുള്ള വഴികൾ തെളിഞ്ഞു വരും. നാവ് പറയാനുള്ളതാണ്, വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയരുത്. കണ്ണ് കാണാനുള്ളതാണ്, കണ്ട കാഴ്ചകളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത്. ചെവി കേൾക്കാനുള്ളതാണ്, കേട്ടതെല്ലാം സത്യമാണെന്ന് കരുതരുത്. ജന്മം ജീവിക്കാനുള്ളതാണ്, മരണം കൂടെയുണ്ടെന്ന് ഓർത്തുകൊണ്ട്. ഒരു ക്ഷമാപണം കൊണ്ട് എല്ലാം പൊറുക്കാൻ പറ്റുമെങ്കിൽ, ഒരു ചിരിയിൽ കഴിഞ്ഞതെല്ലാം മറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്നേഹബന്ധം. ജീവിതത്തിലെ ഏതൊരവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ നമ്മുടെ സന്തോഷത്തെ തകർത്തെറിയുവാൻ ഈ ലോകത്ത് മറ്റാർക്കുമാവില്ല. വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ്. അത് വായിക്കുവാൻ ഒരു സെക്കൻഡ് മതി, അത് ചിന്തിക്കാൻ ഒരു മിനിറ്റ് മതി, അത് മനസ്സിലാക്കാൻ ഒരു ദിവസം മതിയാകും. എന്നാൽ അത് തെളിയിക്കുവാൻ ഒരു ജീവിതം മതിയാകുന്നില്ല. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം, നേരിടണം. വിജയം എന്നത് നിങ്ങളെ തേടി വരുന്ന സുഹൃത്തല്ല, മറിച്ച് പരിശ്രമത്തിലൂടെ സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണ്. യഥാർത്ഥ സൗന്ദര്യം പെരുമാറ്റത്തിലാണ്. അഴക് വേണ്ടത് മനസ്സിനാണ്. ശരീരം ആത്മാവിൻ്റെ ഉറവിടം മാത്രമാണ്. ആത്മവിശ്വാസമാണ് ആഗ്രഹ സാഫല്യത്തിൻ്റെ അടിസ്ഥാനം. കടന്നുവന്ന വഴികളും വന്നു ചേരുന്ന ബന്ധങ്ങളും തന്നുപോയ സങ്കടങ്ങളും കഴിഞ്ഞുപോയ സമയവും പാഠങ്ങളാണ്. അധികമാരും പഠിക്കാതെ പോകുന്ന പാഠം എങ്ങനെ ആവണമെന്നും എങ്ങനെ ആവരുതെന്നും. നഷ്ടങ്ങളെല്ലാം ഓർമ്മകളാക്കി, അനുഭവം നല്ല പാഠങ്ങളാക്കി ജീവിതം മനോഹരമാക്കുക. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ ഒരു ജീവിതവുമില്ല. നീ ആഗ്രഹിച്ചതും നീ പ്രതീക്ഷിച്ചതും നീ ചിന്തിച്ചതുമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ നീ നിരാശപ്പെടരുത്. നീ കണ്ടിട്ടില്ലാത്ത, നീ അറിഞ്ഞിട്ടില്ലാത്ത നന്മയുടെ മറ്റൊരു വാതിൽ ദൈവം നിനക്കായി തുറക്കും. എല്ലാവരും കൈവിട്ടുവെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയില്ലേ? പ്രതീക്ഷിച്ചവരെല്ലാം കൈയൊഴിഞ്ഞല്ലോ എന്നോർത്ത് മനസ്സ് പൊട്ടുന്ന നിമിഷം, ആ നിമിഷത്തിലൊന്ന് പിടിച്ചു നിന്നാൽ പിന്നെ പടച്ചോൻ്റെ ഒരു കൂട്ടിപ്പിടിക്കലുണ്ട്. അറിവ് കൊണ്ട് മറ്റൊരാളെ അപമാനിക്കുമ്പോഴല്ല, മറിച്ച് നിന്റെ അറിവ് കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുമ്പോഴാണ് നീ ശരിക്കും അറിവുള്ളവനായി തീരുന്നത്. ആഗ്രഹിക്കും പോലെ നടക്കില്ല എന്ന് അറിയുമ്പോഴാണ് പലരും നടക്കാൻ പഠിക്കുന്നത്. കാലവും പ്രായവും ഒന്നുമല്ല പ്രശ്നം. മനുഷ്യർക്ക് എന്തും നേടാനാകും. മനസ്സിൽ അത്രയ്ക്കും അതിയായ മോഹം വേണമെന്ന് മാത്രം. മനസ്സ് അവിടെയുള്ളത് നിയന്ത്രിക്കുവാനോ യുദ്ധം ചെയ്യുവാനോ അല്ല, അത് അവിടെയുള്ളത് മനസ്സിലാക്കുവാനാണ്. തനിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കൊന്ന് ഒറ്റപ്പെടണം. ആരും കൂടെ ഇല്ല എന്നൊരു തോന്നലാണ് പലരെയും ജീവിക്കാൻ പഠിപ്പിച്ചത്. മറ്റൊരാളെ സങ്കടപ്പെടുത്തി നിങ്ങൾ എന്താണോ നേടിയത് അത് നിങ്ങളിൽ അധികകാലം നിലനിൽക്കില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. ദുർബലമായ മനസ്സ് ഭൂതക്കണ്ണാടി പോലെയാണ്. ചെറിയ കാര്യങ്ങൾ അതിൽ വലുതായി കാണിക്കും, വലിയ കാര്യങ്ങൾ അതിൽ പതിയുകയുമില്ല. കടലോളമുള്ള സങ്കടങ്ങൾ തിരമാല പോലെ ആഞ്ഞടിക്കുമ്പോഴും സന്തോഷം നിറഞ്ഞ തീരം തേടിയുള്ള യാത്രയാണ് ഓരോ ജീവിതവും. ചില അവഗണനകൾ നല്ലതാണ്. നാം ആർക്കും സ്വന്തമല്ലെന്നും ആരും നമുക്ക് സ്വന്തമല്ലെന്നും ഓർമ്മപ്പെടുത്താൻ. ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, ഒരു വാചകം ചുമരിൽ എഴുതണം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. സന്തോഷമുള്ളപ്പോൾ നോക്കിയാൽ ദുഃഖവും, ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷവും നൽകുന്നതായിരിക്കണം ആ വാചകം. ബീർബൽ എഴുതി. ഈ സമയവും കടന്നു പോകും. നേടണം എന്ന് വെച്ച് തുടങ്ങിയോ? എങ്കിൽ നിർത്തരുത്. നിർത്താനായിരുന്നുവെങ്കിൽ എന്തിനു തുടങ്ങി എന്ന് മാത്രം ഓർത്താൽ മതി. ലക്ഷ്യം എത്ര അകലെയായാലും മാർഗം എത്ര കഠിനമായാലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ നാം അതിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. നമ്മുടെ ഇന്നിനെ നാം നന്നാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ നാളെയും നല്ലതായി തീരും. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല.
രണ്ടു കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക, മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. അകന്നിരുന്നാലും കാണാൻ കഴിയുന്നത് മനസ്സ് തന്നെയാണ്. അടുത്തിരുന്നാലും പലരും കാണാതെ പോകുന്നതും ഈ മനസ്സ് തന്നെയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ഇഷ്ടങ്ങളിൽ ചിലതെങ്കിലും അടുത്ത ജന്മത്തിൽ നമ്മെ തേടി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാകും നമ്മളിൽ പലരും. ബന്ധങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സംസാരിക്കാൻ സമയമില്ലാത്തത്. ഒറ്റയ്ക്ക് സന്തോഷവാനായി ഇരിക്കുവാൻ പഠിക്കുക. കാരണം ഒരു വ്യക്തിയോ വസ്തുവോ എന്നേക്കുമായി നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ മനസ്സിലാക്കാനും കഴിയും. നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കുന്നില്ലെന്ന് സാരം. ആരെയും തിരുത്താതെ ഇരിക്കുക. നമ്മളെ അറിയാതെ പോയവരെ എന്തിനു തിരുത്തണം? മരണവും പ്രണയവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ശരീരത്തെ ദ്രവിപ്പിക്കും, മറ്റേത് ആത്മാവിനെയും. മരണം പോലെ ശക്തമാണ് പ്രണയവും. ഒന്ന് ഹൃദയം കവർന്നെടുക്കുന്നു, മറ്റേത് ഹൃദയമിടിപ്പിനെയും. നിന്നോടെനിക്ക് പ്രണയമല്ല, എല്ലാവരിലും കണ്ടുവരുന്ന സൗഹൃദവുമല്ല, ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത പേരറിയാത്ത മറ്റെന്തോ ഒന്ന്. നിനക്ക് പകരമാവാൻ മറ്റാർക്കും സാധിക്കില്ലെന്ന തിരിച്ചറിവിൻ്റെ പേരാണ് പ്രണയം. എപ്പോഴും ചിരിപ്പിക്കുന്നവർ കരഞ്ഞാൽ കൂടെ കരയാതെ വേറെ നിവൃത്തിയില്ല. പറഞ്ഞാൽ അത് പരിഭവമാവും, കരഞ്ഞാൽ അത് തോൽവിയാകും, ചിരിച്ചാൽ അത് പരിഹാസമാവും. മൗനം, അതല്ലേ പരിഹാരം. സന്തോഷത്തിൻ്റെ ഒരു വാതിലടയുമ്പോൾ എപ്പോഴും മറ്റൊന്ന് തുറക്കുന്നു. അടഞ്ഞ വാതിലിൽ തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് തുറന്ന വാതിൽ നമ്മൾ കാണാത്തത്. ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക. നല്ലൊരു കേൾവിക്കാരനാകുക. അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മിൽ അണയ്ക്കേണ്ട കനലുകൾ നമ്മിൽ തന്നെ അണയ്ക്കുക. അതൊരിക്കലും പകർന്നു കൊടുക്കരുത്. സ്നേഹം കൊണ്ട് മനുഷ്യനെ മനസ്സിലാക്കണം. കൂടെയുള്ളവരെല്ലാം സ്വന്തമെന്ന് കരുതുമ്പോഴും അവർക്കും അവരുടേതായ ചില ഇഷ്ടങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ഇല്ലാതാകുന്നത്. സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരു പേരേയുള്ളൂ: അഭിനയം. ചിലരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമാണ് ഉള്ളതെന്ന് അവർ പറയുമെങ്കിലും അങ്ങനെയൊന്നുമില്ലെന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാനാകും. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും തിരിച്ചറിയാൻ സഹായിക്കാനാണ്. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. എല്ലാവരും കൈവിട്ടുവെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയില്ലേ? പ്രതീക്ഷിച്ചവരെല്ലാം കൈയൊഴിഞ്ഞല്ലോ എന്നോർത്ത് മനസ്സ് പൊട്ടുന്ന നിമിഷം, ആ നിമിഷത്തിലൊന്ന് പിടിച്ചു നിന്നാൽ പിന്നെ പടച്ചവൻ്റെ ഒരു കൂട്ടിപ്പിടിക്കലുണ്ട്. നിങ്ങളുടെ വികാരങ്ങൾക്കൊപ്പം കളിക്കാൻ ആളുകളെ അനുവദിക്കുന്നതിനേക്കാൾ സങ്കടമായിരിക്കുന്നതാണ് നല്ലത്. നെഗറ്റീവ് പറഞ്ഞു തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായി ജീവിച്ചു കാണിക്കുന്നത് ഒരു ചലഞ്ചാണ്. തിരമാലകളെ എനിക്കിഷ്ടമാണ്. അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഒന്നാമനാവണമെങ്കിൽ ബാക്കി 99 പേരും ചെയ്യാൻ തയ്യാറല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. നീ ആഗ്രഹിച്ചതും നീ പ്രതീക്ഷിച്ചതും നീ ചിന്തിച്ചതുമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ നീ നിരാശപ്പെടരുത്. നീ കണ്ടിട്ടില്ലാത്ത, നീ അറിഞ്ഞിട്ടില്ലാത്ത നന്മയുടെ മറ്റൊരു വാതിൽ ദൈവം നിനക്കായി തുറക്കും. കാലവും പ്രായവും ഒന്നുമല്ല പ്രശ്നം. മനുഷ്യർക്ക് എന്തും നേടാനാകും. മനസ്സിൽ അത്രയ്ക്കും അതിയായ മോഹം വേണമെന്ന് മാത്രം. മനസ്സ് അവിടെയുള്ളത് നിയന്ത്രിക്കുവാനോ യുദ്ധം ചെയ്യുവാനോ അല്ല, അതവിടെയുള്ളത് മനസ്സിലാക്കുവാനാണ്. തനിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കൊന്ന് ഒറ്റപ്പെടണം. ആരും കൂടെ ഇല്ല എന്നൊരു തോന്നലാണ് പലരെയും ജീവിക്കാൻ പഠിപ്പിച്ചത്. മറ്റൊരാളെ സങ്കടപ്പെടുത്തി നിങ്ങൾ എന്താണോ നേടിയത് അത് നിങ്ങളിൽ അധികകാലം നിലനിൽക്കില്ല. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം, നേരിടണം. വിജയം എന്നത് നിങ്ങളെ തേടി വരുന്ന സുഹൃത്തല്ല, മറിച്ച് പരിശ്രമത്തിലൂടെ സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണ്. യഥാർത്ഥ സൗന്ദര്യം പെരുമാറ്റത്തിലാണ്. അഴക് വേണ്ടത് മനസ്സിനാണ്. ശരീരം ആത്മാവിൻ്റെ ഉറവിടം മാത്രമാണ്. ആത്മവിശ്വാസമാണ് ആഗ്രഹ സാഫല്യത്തിൻ്റെ അടിസ്ഥാനം.
കടന്നുവന്ന വഴികളും വന്നു ചേരുന്ന ബന്ധങ്ങളും തന്നുപോയ സങ്കടങ്ങളും കഴിഞ്ഞുപോയ സമയവും പാഠങ്ങളാണ്. അധികമാരും പഠിക്കാതെ പോകുന്ന പാഠം എങ്ങനെ ആവണമെന്നും എങ്ങനെ ആവരുതെന്നും. നഷ്ടങ്ങളെല്ലാം ഓർമ്മകളാക്കി, അനുഭവം നല്ല പാഠങ്ങളാക്കി ജീവിതം മനോഹരമാക്കുക. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ ഒരു ജീവിതവുമില്ല. അറിവ് കൊണ്ട് മറ്റൊരാളെ അപമാനിക്കുമ്പോഴല്ല, മറിച്ച് നിന്റെ അറിവ് കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുമ്പോഴാണ് നീ ശരിക്കും അറിവുള്ളവനായി തീരുന്നത്. ആഗ്രഹിക്കും പോലെ നടക്കില്ല എന്ന് അറിയുമ്പോഴാണ് പലരും നടക്കാൻ പഠിക്കുന്നത്.